നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജും നമ്മുടെ ഹോം മെയ്ഡ് ബാറ്ററിയുടെ വോൾട്ടേജും കൂടെ ചെക്ക് ചെയ്ത് നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ഹോം മെയ്ഡ് ബാറ്ററി രണ്ടും സെയിം വോൾട്ടേജ് ആണ് തരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ നമ്മുടെ വീഡിയോ ഫേക്ക് അല്ല, സംഭവം ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു ഇൻട്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്യുന്ന ഒരു ഇൻട്രോ ആണ്. അപ്പോൾ നിങ്ങൾ പോയി നമ്മുടെ പുതിയ ഇൻട്രോ എന്ന് പോയി കണ്ടിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഇൻട്രോ സെറ്റ് ചെയ്ത് തന്നെ എൻ്റെ ഒരു ചങ്ക് കൂട്ടാനാണ്, സഞ്ജയ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കിടിലൻ ഫോട്ടോഗ്രാഫി വീഡിയോസ് ആണ് അവൻ്റെ അത് അപ്ലോഡ് ചെയ്യുന്നത്. എങ്ങനെ നമുക്കൊരു കിടിലൻ ഫോട്ടോ എടുക്കാം അങ്ങനെയുള്ള കുറേ നല്ല വീഡിയോസ് അവൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അവൻ്റെ ചാനൽ ലിങ്ക് താഴെ ഒന്ന് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബൈപ്പാസേ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വീഡിയോയുടെ ഇൻട്രോ നമ്മുടെ സ്റ്റുഡിയോയിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ സൂചിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബൈപ്പാസേ വന്നിരിക്കുകയാണ്. പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോഴത്തെ കാര്യം അറിയാമല്ലോ, ഇന്നലെ തന്നെ കൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു നമ്മുടെ കൊറോണ വൈറസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ആരും ഇല്ല. അതെ, നിങ്ങൾക്ക് കാണാം, ഒരു കാണിച്ചു കൊടുത്താൽ ഇവിടെയൊക്കെ ഫുള്ള് ഒരുമാതിരി മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ ആരും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ബൈപ്പാസേ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ പറയണ്ടല്ലോ, സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുക, ബി സേഫ്, സ്റ്റേ ഹോം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബ്രോ വലിയ ബാറ്ററി എങ്ങനെ ബൈക്കിന് വെക്കുന്നതെന്ന് ചോദിച്ചാൽ. അതേപോലെ തന്നെ ബാറ്ററി ചെറിയ ബാറ്ററി വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പം ഞാനപ്പോൾ ഓർത്ത് എന്തുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു ബാറ്ററി വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടാ, നമ്മുടെ ബൈക്കിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല ബാറ്ററി കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ബാറ്ററി. അപ്പോൾ സംഭവം ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പം ഇതിൻ്റെ ഫിറ്റിങ്ങും ഇത് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം വീഡിയോ വരുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് പറയണല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നേരെ പോയി വീഡിയോ കണ്ടിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഫേക്ക് ആണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. അപ്പം നമുക്ക് ആ സെയിം വോൾട്ടേജ് തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ബാറ്ററിയിലും കിട്ടുന്നുണ്ട്. അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ഇത് കാണിച്ചത്. നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ കപ്പാസിറ്ററാണ്. ഇതൊരു 50 വോൾട്ട് 4700 മ്യൂഎഫിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതേപോലെ ഒരു 6 കപ്പാസിറ്റർ നമുക്ക് ആവശ്യമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ മേടിക്കുമ്പോൾ 50 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ തന്നെ നോക്കി മേടിക്കണം. 25 വോൾട്ടിന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് വലിക്കില്ല. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കോപ്പർ വയർ വേണം. ഞാൻ സ്ലീവ് കളഞ്ഞെടുത്തതാണ്, നോർമൽ കോപ്പർ വയറാണ്. അതിനുശേഷം നമുക്ക് ഒരടി നീളത്തിൽ ഇതേപോലെ കുറച്ച് വയർ കൂടെ വേണം, നമുക്ക് ആ ബാറ്ററി ഔട്ട് എടുക്കാനുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് ബാറ്ററിയുടെ ബോക്സ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലാണിത്. ഞാനിതുപോലെ സീലിംഗ് വേസ്റ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ അതേ മെഷർമെൻറ്റ്സിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഈ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ബാറ്ററി കേസിൽ പക്കായിട്ട് സെറ്റായിട്ടിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ബാറ്ററിയുടെ അതേ മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്കൊരു എല്ലാത്തിൻ്റെയും 2 പീസ് വെച്ച് വേണം. നമുക്ക് ഇതേപോലെ ആദ്യം നമ്മുടെ ബേസ് ഒന്ന് എടുക്കാം. ഈ ബേസിലേക്ക് നമുക്ക് ഈ കപ്പാസിറ്ററുകൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ താഴ്വശമാണ്. അപ്പോൾ കപ്പാസിറ്റർ ശ്രദ്ധിക്കുക, ഇതേപോലെ ഒന്ന് നോക്കുക. ഇത് നമ്മുടെ നെഗറ്റീവ് വശമാണ്. ഈ വളഞ്ഞിരിക്കുന്ന കമ്പിയാണ് പോസിറ്റീവ് വശം. നെഗറ്റീവ് വശത്തിൽ എപ്പോഴും ഒരു വര കാണും വെള്ള കളറിലെ. പൊളാരിറ്റി നോക്കി തന്നെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. നമുക്ക് വേഗം തന്നെ ഈ കപ്പാസിറ്റർ ഒന്ന് ഇതിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് കാലം എപ്പോഴും അകത്ത് തന്നെ വരിക, പോസിറ്റീവ് കാലം ഇതേപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ കോപ്പർ വയർ അതിലൊന്ന് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് ഫ്ലെക്സ് സ്റ്റിക്കോ ഫെവി സ്റ്റിക്കോ യൂസ് ചെയ്ത് നമ്മുടെ ആ ഒരു സീലിങ്ങിൻ്റെ അതിൻ്റെ അകത്ത് ഒട്ടിച്ചെടുക്കുക. അതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടാൻ നേരം ഈ ബാറ്ററി, അതായത് നമ്മുടെ കപ്പാസിറ്റർ കിടന്ന് അനങ്ങാൻ പാടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഫ്ലെക്സ് കിക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം, നല്ല പക്ക ഭംഗിയാണ് സാധനം, പക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോപ്പർ വയർ ഇതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കണം. അപ്പം സോൾഡറിങ് ആണ് യൂസ് ചെയ്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കോപ്പർ വയർ പെട്ടെന്ന് തന്നെ ചൂടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി സോൾഡർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക. അതേപോലെ തന്നെ നല്ലപോലെ സോൾഡർ ചെയ്യാനും ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വയർ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ബ്രേക്കായി പോകും, പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ ആ നെഗറ്റീവ് വയറിൽ ഒരു കാരണവശാലും നമ്മുടെ ഈ കോപ്പർ വയർ മുട്ടാനും പാടില്ല. മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചാർജ് ഡിസ്ചാർജ് ആയി പോകും. അപ്പോൾ പിന്നെ ഒരു ഗുണവും ഇതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ആ നെഗറ്റീവ് ലെഗ് ഇതേപോലെ ഒന്ന് മുമ്പോട്ടാക്കി വെക്കാം. മുമ്പോട്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ സെയിം പരിപാടി തന്നെ ചെയ്യാം. ഒന്ന് കോപ്പർ വയർ എടുത്ത് അതിലൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സോൾഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ നടുക്കൂടെ പോകുന്നതാണ് നെഗറ്റീവ്, ഈ പുറത്തൂടെ പോകുന്നതാണ് പോസിറ്റീവ് ലൈൻ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ വയറൊന്ന് പൊളാരിറ്റി നോക്കി ഇതിലൊന്ന് സോൾഡർ ചെയ്യാം. ബ്ലാക്ക് നെഗറ്റീവ് തന്നെ കൊടുക്കുക, റെഡ് പോസിറ്റീവിലും കൊടുക്കുക. നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ഒരു 80% വർക്ക് കഴിഞ്ഞ്. ഇനി നമുക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കവർ സെറ്റ് ചെയ്തെടുക്കണം, നമ്മുടെ ബാറ്ററി ബോക്സ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വയറൊന്ന് ഇതേപോലെ ഒന്ന് അഴിച്ചിട്ടാം. രണ്ടും രണ്ട് സ്ഥലത്താണ് വരേണ്ടത്, അതുകൊണ്ട് നമുക്കൊന്ന് അഴിച്ചിട്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ആ ഒരു കവർ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ആദ്യത്തെ ആ ഒരു വലിയ പീസ് ഇതേപോലെ ഒന്ന് വെച്ച് നമുക്ക് ഒട്ടിക്കാം. 2 പീസ് ഇതേപോലെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സൈഡ് കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം പക്കായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസ് ഒട്ടിക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഡബിൾ ഷുവർ ആക്കുക. കാരണം അകത്തെ സോൾഡറിങ് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് വർക്ക് ചെയ്തില്ല, പിന്നെ രണ്ടാമത് തല്ലിപ്പൊളിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റത്തെ പീസ് കഴിവതും ഒട്ടിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, എൻ്റെ വന്നതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും വന്ന് അഴിക്കണമെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബൈക്കിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി നമ്മുടെ ബാറ്ററി ഒന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് നട്ട് 2 അഴിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പോസിറ്റീവ് ലൈൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്രയ്ക്ക് ഡിമ്മായിട്ടാണ് നമ്മുടെ ആ ഒരു ബൾബ് കത്തുന്നത്. നമ്മൾ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുവാണ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ. ഇനി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബാറ്ററി കൊടുത്തതിന് ശേഷം കാണാം അടിപൊളിയായിട്ടാണ് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്റർ കത്തുന്നത്. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ വണ്ടി ഓണാക്കിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നല്ലൊരു പവർ തന്നെ നമുക്ക് കത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹോണും വർക്ക് ചെയ്യുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ബാറ്ററി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വണ്ടിയിലെ ബാറ്ററി ഡൗൺ ആയിരിക്കുന്ന സമയമാണെങ്കിൽ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി നമ്മുടെ വണ്ടിയിൽ വെക്കുവാണെങ്കിൽ ഒരു നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. കൂടുതലൊരു 80% സൊല്യൂഷൻ നമുക്ക് ഉണ്ടാവും അതിൽ നിന്ന്. അപ്പം ഇത് ഉണ്ടാക്കാനുള്ള ചിലവെന്ന് പറയുന്നത് നമുക്ക് 200 രൂപ മാത്രമേ ഈ ഒരു ബാറ്ററിക്ക് ചിലവ് വരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതേപോലെ കേസുകളും ഇതേപോലെ ഡെക്കറേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിരിക്കും നമ്മുടെ ബാറ്ററിക്ക്. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്കിത് വണ്ടി ഓടിക്കുന്ന സമയത്ത് മാത്രമേ ഇതുകൊണ്ടുള്ള ഉപയോഗമുള്ളൂ. വണ്ടി ഓഫ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും മാറ്റിക്കുന്ന സമയത്ത് ഇപ്പോൾ മൊബൈൽ ചാർജ് വർക്ക് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇത് ഉപയോഗപ്പെടത്തില്ല. ഇതിനധികം ചാർജ് സ്റ്റോർ ചെയ്ത് വിടത്തില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് വരുന്ന ചാർജിനെ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു യൂണിറ്റാണിത്. അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നത്. വീട്ടിലൊന്ന് ട്രൈ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഡൗൺ ആയിരിക്കുന്നവർ ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പറയണല്ലോ, ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്. ഇനിയും നല്ലൊരു വീഡിയോമേ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.